ഹലോ, പണ്ട് ഈ മരിക്കാൻ കിടക്കുമ്പോൾ വെള്ളം കിട്ടണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക വായിലേക്ക് ഇറങ്ങി പോകാനായിട്ട് ഗ്യാപ്പ് വേണം എന്ന് പറയും. പല്ലിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് വിചാരിച്ചിരുന്നൊരു കേരള സമൂഹം ഇപ്പോൾ ഗ്യാപ്പ് അടയ്ക്കുന്നതിൻ്റെ പിന്നാലെയാണ്. നിങ്ങൾ ടീത്ത് ഗ്യാപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ സംശയങ്ങളൊക്കെ നമുക്ക് അങ്ങനെ സംസാരിക്കാം കേട്ടോ. വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഡോക്ടർ സെബി വർഗീസ്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് പല്ലിൻ്റെ ഗ്യാപ്പിൻ്റെ പ്രത്യേകതകളും അത് ഉണ്ടാകുന്നത് എങ്ങനെയാണോ, അതെങ്ങനെ അടയ്ക്കാം എന്നുള്ളതൊക്കെയാണ്. പലപ്പോഴും പല്ലിൻ്റെ ഗ്യാപ്പ് അടയ്ക്കാനായിട്ട് ഭയങ്കര വലിയ ട്രീറ്റ്മെൻറ്റിലേക്കൊക്കെയാണ് ആൾക്കാർ പോകുന്നത്. അതൊന്നും വേണ്ട. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വളരെ ലെസ് ഇൻവേസീവായിട്ട് നാച്ചുറലായിട്ടുള്ള മെത്തേഡിൽ കൂടെ പല്ലടയ്ക്കാനാണ് നോക്കേണ്ടത്. അതായത് പല്ലിൻ്റെ സ്ട്രക്ചറൊന്നും പോവാതെ, പല്ല് സ്ട്രക്ചറിലേക്ക് എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യാതെ വളരെ നാച്ചുറലായിട്ടുള്ള രീതിയിൽ അടയ്ക്കാനാണ് നോക്കേണ്ടത്. അപ്പോൾ പല്ല് ഗ്യാപ്പ് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ? ചിലപ്പോൾ പല്ലിൻ്റെ സൈസ് കുറഞ്ഞതാവാം, ചിലപ്പോൾ പല്ല് മിസ്സിങ് ആവാം, ചിലപ്പോൾ പല്ലിന് ഈ രണ്ട് ഇടയിലും ഗം ഇങ്ങനെ കൂടുതൽ വളർന്നു വന്നിട്ട് അവിടെ പല്ലെടുക്കാതെ വരാം. പല്ലിൻ്റെ സൈസ് മൊത്തത്തിൽ ചെറുതായിട്ടാവാം. പിന്നെ പല ജനറ്റിക്കായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട്, പല്ലിൻ്റെ ഗ്യാപ്പ് ഉണ്ടാവാം. അപ്പോൾ പല്ല് പൊങ്ങിയാലും ഗ്യാപ്പ് ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ കൊണ്ട് ഗ്യാപ്പ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഗ്യാപ്പ് അടയ്ക്കാനായിട്ടുള്ള ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എക്സ്ട്രാ ഒന്നും ഒട്ടിക്കാതെ കമ്പി ഇടാതെയോ അടയ്ക്കുക എന്നുള്ളതാണ്. രണ്ടാമതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വളരെ ലെസ് ഇൻവേസീവായിട്ട് പല്ലിൻ്റെ കളറിൽ ഏറ്റവും നന്നായിട്ട് പല്ലിൽ ഒട്ടിക്കുക. കോസ്മെറ്റിക് ബോണ്ടിങ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റാണ്. ഈ കോസ്മെറ്റിക് ബോണ്ടിങ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ അപ്പുറത്താണ് സെറാമിക് വെനീർസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാകുമ്പോൾ കുറച്ച് പല്ലിൻ്റെ സ്ട്രക്ചർ ഒന്ന് ഷേവ് ചെയ്ത് മാർജിനൊക്കെ ഉണ്ടാക്കിയിട്ട് വളരെ നാച്ചുറലായിട്ട് അത് ഒട്ടിച്ച് ചേർക്കുന്നതാണ്. പിന്നെയാണ് ക്യാപ്പ് ഇടുന്നത് ഏറ്റവും ലാസ്റ്റ് ട്രീറ്റ്മെൻറ്റാണ്. ഒരു രക്ഷയില്ലാതെ വരുമ്പോഴാണ് ക്യാപ്പ് ഇട്ടിട്ട് നമ്മൾ പല്ലടയ്ക്കുന്നത്. ചിലപ്പോഴൊക്കെ ആദ്യമേ തന്നെ നമ്മൾ 4 പല്ല് പറിച്ചൊക്കെ കളഞ്ഞ് മൊത്തം ബ്രിഡ്ജ് വെക്കുന്നൊരു സ്വഭാവം കാണുന്നുണ്ട്. ഒരിക്കലും ഗ്യാപ്പിന് വേണ്ടി ഉള്ള പല്ലുകൾ എടുത്ത് കളയണമെന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ. പരമാവധി നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ലെസ് ഇൻവേസീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് ഗ്യാപ്പ് അടയ്ക്കുക. ഈ വിഷയങ്ങളൊക്കെ സീരിയസ് ആയിട്ട് വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്ന ഒരു ലോങ് വീഡിയോ ഉണ്ടാവും. അത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി, എന്നത് കാണാൻ പറ്റും കേട്ടോ. താങ്ക് യു.